തെരുവുനായ്ക്കൾ പെരുകുന്ന സംഭവത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഹൈക്കോടതി. വാക്സിൻ എടുത്ത കുട്ടികൾ പേ വിഷബാധയേറ്റ് മരിച്ചത് ഗൌരവതരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മൃഗങ്ങൾക്ക് നിയമപരമായ പരിരക്ഷയുണ്ട്, എന്നാൽ എല്ലാത്തിലും മുകളിലാണ് മനുഷ്യാവകാശമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. തെരുവുനായ ആക്രമണം തടയാൻ അടിയന്തര പ്രായോഗിക പരിഹാരം വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളരെ നിർണായകമായൊരു നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തെരുവുനായ്ക്കൾ നാട്ടിൽ പെരുകുന്ന സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതി പറയുന്നത്? തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ചില നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. കടുത്ത ആശങ്കയാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് പ്രകടിപ്പിച്ചിട്ടുള്ളത്. വാക്സിൻ എടുത്ത കുട്ടികൾ പോലും പേവിഷബാധയേറ്റ് മരിച്ചത്, ആ ഒരു സംഭവം ഗൗരവതരമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ തെരുവുനായ ആക്രമണത്തിന് അടിയന്തരമായിട്ട് തന്നെ പ്രായോഗിക പരിഹാരം കണ്ടെത്താനായിട്ട് സർക്കാർ തയ്യാറാകണമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. വന്യമൃഗ ആക്രമണങ്ങളെ പോലെ തന്നെ തെരുവുനായ ആക്രമണവും പരിഗണിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ എത്രയും വേഗം കൊടുക്കണമെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തെരുവുനായ ആക്രമണത്തിൽ അതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIRകളുടെ എണ്ണം എത്രയാണ്, അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ പ്രസ്തുത ഹർജിയിൽ ഹൈക്കോടതി പോലീസ് മേധാവി കക്ഷി ചേർത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ സത്യവാങ്മൂലം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതല്ല പരിഹാരം എന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലാതല സമിതികൾ വഴി നഷ്ടപരിഹാരം, അതായത് ഇരയാക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ടുള്ള നടപടികൾ അത് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുകൂടി ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഒരു തെരുവുനായ ആക്രമണങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ അതിനെ എതിർത്തുകൊണ്ട് ഒരു മൃഗസ്നേഹി ഒരു IAയുമായിട്ട്, അതായത് ഒരു കക്ഷിയുള്ള അപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് ആ അപേക്ഷ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. എല്ലാ തെരുവ് നായ്ക്കളെയും നൽകാമെന്നും കൊണ്ടുപോയി വളർത്തിക്കോളൂ എന്നുള്ളതാണ് മൃഗസ്നേഹിയോട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. തെരുവുനായ പ്രശ്നത്തിൽ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് മനുഷ്യന്റേതായിട്ടുള്ള അവകാശങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മൃഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്, പക്ഷേ അതിനു മുകളിലാണ് മാനസികമായിട്ടുള്ള അവകാശങ്ങളെന്നാണ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വന്ധീകരണത്തിനായിട്ട് നായ്ക്കളെ പിടിച്ച് മൃഗസ്നേഹികളായിട്ടുള്ള സന്നദ്ധ സംഘടനകളെ അവർക്ക് നൽകാനായിട്ടുള്ള ക്രമീകരണം ഒരുക്കാൻ നിർദ്ദേശം നൽകാമെന്നുള്ള ഒരു വാക്കാലുള്ള പരാമർശം കൂടി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും മൃഗസ്നേഹികൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ തെരുവുനായ ആക്രമണത്തിൽ അതിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത് മനുഷ്യനാണ് വില കൽപ്പിക്കേണ്ടത്. മൃഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശം ഉണ്ടെങ്കിലും അതിനു മുകളിലാണ് മാനസികമായിട്ടുള്ള അവകാശം എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.